وعلى آله وأصحابه ومن اهتدى بهداه أما بعد. അപ്പോൾ ഇൻഷാ അല്ലാഹ് കിതാബ് തൗഹീദാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള വാജിബൂന നഹ്വമ അമറല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയോട് വിശ്വാസിയുടെ ബാധ്യത എന്ന ആ റിസാലയാണ് വായിച്ചിരുന്നത്. അത് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. അപ്പോൾ കിതാബ് തൗഹീദ് മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൻ്റെ 3 ബാബുകളെത്തി നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് 4ാമത്തെ ബാബ് മുതൽ തുടരുകയാണ്. ബാബുൻ അൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്നാണ് ഈ ബാബിൻ്റെ, ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ ഈ വാക്ക്, ഇതാണ് ഈ വിഷയത്തിൻ്റെ തെളിവ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നമുക്കറിയാം കിതാബ് തൗഹീദിൽ ഓരോ ബാബിലും ഇദ്ദേഹം ആയത്തുകളും ഹദീസുകളും അതുപോലെ സഹാബത്തിൻ്റെ വാക്കുകളും അറിയപ്പെട്ട ഇമാമിങ്ങളുടെ ചില ഖൗലുകളും മാത്രമാണ് കൊടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഒന്നും പറയുന്നില്ല. ഇത് വളരെ അത്ഭുതകരമായ ഒരു കിതാബാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തൗഹീദിനെ കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളോ ഇതുപോലെ ഒരു കിതാബ് എഴുതിയിട്ടില്ല എന്നാണ്, തൗഹീദുൽ ഉലൂഹിയത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ ഈ കിതാബ്, ഇതിൻ്റെ ഒരുപാട് ശത്രുക്കളുണ്ടായിട്ടും കിതാബ് തൗഹീദിന് ഒരു ഖണ്ഡനം, ഒരു മറുപടി എഴുതാൻ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു മറുപടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോലും ഒരു കിതാബ് ആരും എഴുതിയിട്ടില്ല. ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുള്ള, സ്വീകാര്യത കൊടുത്തിട്ടുള്ളൊരു കിതാബാണ്. അതിനുള്ള ഒരു കാരണം ഇതാണ്, ഇതിൽ അദ്ദേഹം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ വാക്കുകളും റസൂലിൻ്റെ വാക്കുകളും മാത്രമാണ്. അപ്പോൾ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മാത്രമേ ഇതിന് മറുപടി എഴുതാൻ പറ്റുള്ളൂ, എഴുതാൻ ഉദ്ദേശിച്ചാൽ. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ഓരോ പേജിലും ആയത്തുകളും ഹദീസുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ടുള്ളൊരു കിതാബാണ്. അപ്പോൾ ഈ വിഷയം ഇതിൽ കിതാബ് തൗഹീദ് മുമ്പ് വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. 1ാമത്തെ ബാബ് ഒരാമുഖം, പിന്നെ 2ാമത്തേത് ഫദ്ലുൽ തൗഹീദ്, തൗഹീദിൻ്റെ മഹത്വം, അതുപോലെ തന്നെ തൗഹീദ് കൊണ്ട് അള്ളാഹു പാപങ്ങൾ പൊറുക്കും എന്ന വിഷയം, അതാണ് 2ാമത്തെ ബാബ്. 3ാമത്തെ ബാബ് തൗഹീദിൻ്റെ തഹ്ഖീഖ്, ആരാണ് തൗഹീദ് സാക്ഷാത്കരിച്ചത്, തൗഹീദിൻ്റെ താല്പര്യപ്രകാരം ജീവിച്ചത്, അവർ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും എന്ന വിഷയം, അതാണ് 3ാമത്തെ ബാബ്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അടുത്ത അധ്യായം 4ാമത്തെ ചാപ്റ്റർ എന്താണ്? അൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിനെ കുറിച്ചുള്ള പേടി. വഖൗലുല്ലാഹി തആല, ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഈ വചനമാണ് അടിസ്ഥാനം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു തആല അവനിൽ പങ്കു ചേർക്കുന്നതിനെ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൻ്റെ താഴെയുള്ള പാപങ്ങളൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. വഖൗലുൽ ഖലീൽ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ ഖലീലായിട്ടുള്ള, ഖലീൽ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് അർത്ഥം. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരനായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വജുനുബനി വബനിയ, എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റണം. എന്തിൽ നിന്ന്? അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹാരാധനയിൽ നിന്ന്. ഞങ്ങൾ ശിർക്ക് ചെയ്യരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. വിഗ്രഹാരാധന എന്ന് പറയുന്ന പാപത്തിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണം. വഫിൽ ഹദീസ്, ഈ 2 ആയത്തുകൾ കൊടുത്തതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഹദീസ്? അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങൾക്കുമേൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം, നിങ്ങൾ പെട്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ അപകടം അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ്. ഫസുഇല അൻഹു, അപ്പോൾ ഒരാൾ ചോദിച്ചു എന്താണ് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർരിയാ, റിയ എന്ന് പറഞ്ഞാൽ ആളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. അടുത്ത ഹദീസ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ മാത വഹു യദ്ഉ ലില്ലാഹി നിദ്ദൻ ദഖല അന്നാർ, ആരാണോ അള്ളാഹുവിന് പുറമെ മറ്റു വല്ലവരെയും ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ മരണപ്പെടുന്നത്, ദഖല അന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അഥവാ ഉറപ്പായും നരകത്തിൽ പ്രവേശിക്കും. വൽ മുസ്ലിമിൻ അൻ ജാബിർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖല അൽ ജന്ന, ആരാണോ അള്ളാഹുവിൽ ഒന്നും പങ്കു ചേർക്കാതെ മരണപ്പെടുന്നത്, ആ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ, നേരെ വിപരീതം, ആരാണോ അവനിൽ എന്തെങ്കിലും പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, ദഖല അന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ 2 ആയത്തുകളും 3 ഹദീസുകളുമാണ് ഈ അധ്യായത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ
ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഫായിദകൾ, ഇതിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകൾ, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ അധ്യായം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഷിർക്കിനെ കുറിച്ച് ഒരു മുഅ്മിന്റെ മനസ്സിൽ പേടിയുണ്ടാകണം. അതുപോലെ തന്നെ അത് വലിയ ഷിർക്കായാലും ചെറിയ ഷിർക്കായാലും, കാരണം രണ്ടിനും ഷിർക്ക് തന്നെയാണ് പറയാം. അപ്പോൾ ഷിർക്ക് എന്ന വർഗത്തെക്കുറിച്ച് മനസ്സിൽ പേടിയുണ്ടാകണം. അദ്ദേഹം അൽ ഖൗഫ് മിന ഷിർക്ക് എന്നാണ്, ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്ന അധ്യായം. ഷിർക്കുൻ അക്ബറിനെ കുറിച്ച് എന്നല്ല പറഞ്ഞത്. അപ്പം എല്ലാ തരത്തിലുമുള്ള ഷിർക്കിനെ കുറിച്ച് പേടിയുണ്ടാകണം. അതുപോലെ വദറാഇഹിൽ മൂസിലത്തി ഇലൈഹി, ഷിർക്കിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ മാർഗങ്ങളുണ്ട്, അതിൻ്റെ വഴികളുണ്ട്. ആ വഴികൾ എന്താണ്? മിന ഷിർക്കിൽ അസ്ഗരി വൽ ബിദ്അഇ വൽ മആസി. ഈ മൂന്ന് കാര്യങ്ങളാണ് ഷിർക്കുൻ അക്ബറിലേക്ക്, വലിയ ഷിർക്കിലേക്ക് ഒരാൾ എത്തിക്കുന്നത്. ഒന്ന് ചെറിയ ഷിർക്ക്. എന്താണ് വലിയ ഷിർക്കും ചെറിയ ഷിർക്കും എന്നുള്ള വ്യത്യാസമൊക്കെ വിശദീകരിക്കും. രണ്ടാമത്തേത് ബിദ്അത്തുകൾ, മൂന്നാമത്തേത് മാസിയത്തുകൾ. എല്ലാ പാപങ്ങളും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ പതുക്കെ പതുക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന മാർഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഷിർക്കിൻ്റെ വസീലകൾ, ഷിർക്കിൻ്റെ മാർഗങ്ങളെക്കുറിച്ചും ഷിർക്കിനെക്കുറിച്ചും മനസ്സിൽ പേടി ഉണ്ടാകണം. ഇനി പേടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹഖീഖത്തുൽ ഖൗഫ്, ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹഖീഖത്ത്, ആ പേടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ള ഒരളവുകോൽ എന്താണ്? സിദ്ഖുൽ ഇൽതിജാഇ ഇലല്ലാഹി തആല വദ്ദറാഅതു ഇലൈഹി ഫി തലബിൽ ഇസ്മതി മിന ഷിർക്ക്. ഈ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗുണമുണ്ടോ എന്ന് അറിയാനുള്ള മാനദണ്ഡമാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട്? അതാണ് ഒന്നാമത്തെ കാര്യം. മഅ സിദ്ഖിൽ ഇഅ്തിമാദി അലൈഹി, അതിൻ്റെ കൂടെ എന്ത് വേണം? അള്ളാഹുവിൽ അവലംബിക്കണം. ഈ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു എന്നെ കാക്കും എന്നുള്ള ഇഅ്തിമാദ്, അള്ളാഹുവിൽ അവലംബിക്കൽ. അതാണ് രണ്ടാമത്തെ കാര്യം. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് അള്ളാഹുവിൽ ഉറപ്പിച്ചിട്ട് അള്ളാഹു എന്നെ കാത്തു രക്ഷിക്കും. മൂന്നാമത്തെ കാര്യം വൽ ബഹ്സ് വത്തഫ്തീഷ് അനി ശിർക്കി വവസായിലിഹി വദറായിഇഹി ലിയസ്ലമ മിനൽ വുഖൂഇ ഫീഹി. ഷിർക്കിനെ കുറിച്ചും ഷിർക്കിലേക്ക് എത്തുന്ന മാർഗങ്ങളെക്കുറിച്ച്, എന്തൊക്കെ ചെയ്താൽ ഷിർക്കാവും, എന്തൊക്കെ ചെയ്താൽ പതുക്കെ പതുക്കെ ആൾ മുശ്രിക്കായി പോകും, ഇങ്ങനെയുള്ള ഷിർക്കിന്റെ വസീലകളെ കുറിച്ച് പഠിക്കുകയും അതെന്തെങ്കിലും തൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? അള്ളാഹുവിൻ്റെ സംരക്ഷണം മാത്രമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുപോലെ തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് പേടിയും അതിനെക്കുറിച്ചൊരു പഠനവും അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നൊരു പരിശോധനയും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനാണ് അൽ ഖൗഫ് മിന ഷിർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഷിർക്ക് നമുക്ക് പേടിയുണ്ടെന്ന് അതുകൊണ്ട് പറയുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇനി ഇതാണ് ഒന്നാമത്തെ ഫായിദ. അതായത് ഈ അധ്യായത്തിൻ്റെ ഉദ്ദേശം ഷിർക്കിനെ കുറിച്ച് അയാൾക്ക് പേടി ഉണ്ടായിരിക്കണം, ഷിർക്കിലേക്കുള്ള മാർഗങ്ങളെക്കുറിച്ച് പേടി ഉണ്ടായിരിക്കണം. ഇനി പേടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിരന്തരമായ പ്രാർത്ഥന, ആ വിഷയത്തിൽ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷിക്കുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പഠനം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? അൽ ഖൗഫ് മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നുള്ള, ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്ന് പറഞ്ഞാൽ ഹുവ ഫസഉൽ ഖൽബി വഹലഉഹു വഹറബുഹു, മനസ്സിന്റെ അങ്ങേയറ്റത്തെ പേടിയും ബേജാറും. വഹറബുഹു മിൻ മവാത്തിനിഹി വ അഹ്ലിഹി, ഷിർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും ഓടി അകലാനുള്ള മനോഭാവം. കാരണം ഫഇന്ന മൻ ഖാഫ മിൻ ഷൈഇൻ, ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യത്തെ ആത്മാർത്ഥമായി പേടിച്ചാൽ, ശരിക്കും ഉള്ളിൽ തട്ടി പേടിച്ചാൽ എന്തു ചെയ്യും? ബഅദ അൻ ഹിമാഹു, അതിൻ്റെ അതിരുകളിൽ നിന്ന് അവൻ ഓടി അകലാൻ ശ്രമിക്കും. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ അവകാശപ്പെടും ഷിർക്കിനോട് നമുക്ക് വെറുപ്പുണ്ട്, പക്ഷെ നമ്മൾ താമസിക്കുന്നത് ഷിർക്കിൻ്റെ ഒരു കോട്ടയുടെ തൊട്ട് ചാരിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ നേതാക്കന്മാരുടെ അയൽവാസിയായിരിക്കും. എന്നിട്ട് നമ്മൾ അവരോട് എല്ലാ തരത്തിലും വളരെ സോഷ്യലായി പെരുമാറും. അതിന് നമുക്കുള്ള തെളിവ് അയൽവാസിയോടുള്ള മര്യാദ. ശരിയാണ്, അയൽവാസിയോട് കടമകളുണ്ട്, പക്ഷെ അവൻ നമ്മുടെ അയൽവാസി ആകരുത്. ആദ്യം അങ്ങനെ പെട്ടുപോയാൽ പിന്നെ അവനോട് മാന്യമായി തന്നെ പെരുമാറണം. ഒരാൾ ഒരു വസ്തുവെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അകലും. നമ്മൾ ആരെങ്കിലും ബാറിൻ്റെ അടുത്ത് പോയി താമസിക്കൂല. അപ്പോൾ ഈ ബാറിൽ വന്ന് കള്ളു കുടിക്കുന്ന ആളുകളെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കണ്ടേ? അതാണ് ഇപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തും അതുപോലെ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളുടെ അടുത്തൊക്കെ താമസിക്കാൻ പലർക്കുമുള്ള ന്യായം. അവരെ നന്നാക്കണ്ടേ? അപ്പോൾ ഈ കള്ളു കുടിക്കുന്ന ആളുകളെ നന്നാക്കണ്ടേ? വേശ്യാലയത്തിൽ പോകുന്ന ആളുകളെ നന്നാക്കണ്ടേ? അതിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ താമസിക്കുമോ? ഇല്ല. അത് നന്നാക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ നന്നാകണം. നമ്മുടെ ദീൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ഒരാളെ നന്നാക്കാൻ അല്ലാഹു നമ്മോട് പറഞ്ഞിട്ടില്ല. നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവരെ നന്നാക്കാനല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയോ ജിന്നിനെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തൗഹീദ് നമ്മൾ ആദ്യം സേഫ് ആക്കണം.
അതിന് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. കഴിവിൽ പെടാത്തത് അള്ളാഹു ആരെയും നിർബന്ധിക്കുന്നില്ല. കഴിവിന്റെ പരമാവധി ശിർക്കിൽ നിന്നും അതിന്റെ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കണം. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി നന്നാക്കാം. അതിന് കഴിവുള്ള ആളുകൾ അതിന് പരിശ്രമിക്കാം. എല്ലാവർക്കും അത് ഫർള് ഐനല്ല. മുശ്രിക്കുകളുടെ പിന്നാലെ പോയി ഉപദേശിക്കുക എന്നുള്ളത് അത് ഫർള് കിഫായിയാണ്, സാമൂഹ്യ ബാധ്യതയാണ് മുസ്ലിം ഉമ്മത്തിന്റെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന്റെ പ്രാധാന്യമൊക്കെ ഇനി നമ്മൾ വരും. പക്ഷെ അതിനേക്കാളും മുൻഗണനയുള്ള കാര്യമാണ് നമ്മുടെ സ്വന്തം നഫ്സും കൊണ്ട് അതിൽ നിന്ന് നമ്മൾ അകന്ന് ശിർക്കിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അത് മനുഷ്യന്റെ ഒരു നയമാണ്. ഏതൊരു മനുഷ്യനും ഏറ്റവും കാര്യമായി വെറുക്കുന്നത് എന്താണോ അതിൽ നിന്ന് അവൻ അകന്നു നിൽക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു നാട്ടിൽ സ്കൂളുകളില്ല, അവിടുത്തെ സ്കൂളുകൾക്കൊന്നും ഒരു നിലവാരമില്ല. അപ്പൊ അറിവില്ലായ്മയെ വെറുക്കുന്നവരാണ്, ജഹലിനെ വെറുക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ. മലയാളികൾ എന്ന് പറയുന്നത് വിവരമുള്ള ആളുകളായിട്ട് അറിയപ്പെടുന്നവരാണ്, ഭൗതികമായ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് മാറാൻ കിട്ടുന്ന അവസരത്തിൽ അവൻ മാറും. എന്നിട്ട് കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള നാട്ടിലേക്ക് അവൻ മാറും. കാരണം ആത്മാർത്ഥമായി വെറുക്കുന്നുണ്ട് ജഹലിനെ, ഭൗതികമായ ജഹലിനെ. ഒരു നിലവാരമുള്ള സ്കൂളില്ല നാട്ടിൽ, എത്രയും പെട്ടെന്ന് അവിടെ മാറും. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാട് വിട്ടു പോകും. കാരണം വിവരക്കേടിനെ നമ്മൾ വെറുക്കുന്നുണ്ട്. പക്ഷെ ശിർക്കിനെയോ? ഇനി ഈ വിവരം കിട്ട ആളുകൾ നന്നാക്കണ്ടേ? നമ്മുടെ നാട്ടിൽ സ്കൂളില്ല, അപ്പൊ അവിടുത്തെ ആളുകളെയൊക്കെ പഠിപ്പിക്കണ്ടേ? ആര് പഠിപ്പിക്കും? അതാരും ചിന്തിക്കാറില്ല. കാരണം അവനറിയാം അതിനേക്കാൾ പ്രധാനം എൻ്റെ മകന്റെ ഭാവിയാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ നന്നാക്കാം. അതുപോലെ തന്നെയാണ് അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ദീനിന്റെ കാര്യം. അതാദ്യം നമ്മുടെ തല നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ തൗഹീദ് നമ്മൾ സംരക്ഷിക്കണം. മൂന്നാമത്തെ ഫായിദ, ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്ന് പറയുന്നത് അൽ ഖൗഫു മിന ഷിർക്ക് തഹ്ഖീഖുൻ ലിത്തൗഹീദ്, തൗഹീദിന്റെ തഹ്ഖീഖിന്റെ ഭാഗമാണ്. കഴിഞ്ഞ അധ്യായം എന്തായിരുന്നു? തൗഹീദ് ആരാണോ തഹ്ഖീഖ് ചെയ്തത് അവൻ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നുള്ളതാണ്. അതിന്റെ തൊട്ട് ശേഷമാണ് അദ്ദേഹം ഷിർക്കിനെ കുറിച്ചുള്ള പേടി എന്നുള്ള ഈ അധ്യായം എഴുതിയത്. അതിന്റെ കാരണം എന്താണ്? തൗഹീദ് ഒരാൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമാണ്. പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവന് ഷിർക്കിനെ കുറിച്ച് പേടിയുണ്ടാകും. ഷിർക്കിനെ കുറിച്ച് അങ്ങനെ പേടി നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, വലിയതും ചെറുതുമായ ഷിർക്കിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പേടി ഇല്ലെങ്കിൽ നമ്മുടെ തൗഹീദ് പൂർണ്ണമല്ല. വമൻ ലം യഖഫ് മിന ഷിർക്ക്, ആരാണോ ഷിർക്കിനെ കുറിച്ച് പേടിക്കാത്തത് ഫഹുവ നാഖിസു തൗഹീദ്, അവന്റെ തൗഹീദ് ദുർബലമാണ്. നാലാമത്തെ ഫായിദ, ഷിർക്ക് എന്നുള്ളത് ഏറ്റവും ഗൗരവമുള്ള പാപമായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ദുനിയാവിലും ആഖിറത്തിലും കടുത്ത ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഷിർക്കിനെ നമ്മൾ പേടിക്കുന്നത്? അത് ദുനിയാവിലും ആഖിറത്തിലും വലിയ ശിക്ഷക്ക് കാരണമാകുന്ന കാര്യമാണ്. എന്താണ് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ? ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ അവന്റെ രക്തവും സമ്പത്തും സന്താനങ്ങളും ഹലാലാണ്. തൗഹീദുള്ള ആളുകൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമുണ്ടായാൽ, നമുക്കറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുവഹിദീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ അവിടെ ഈ മുശ്രിക്കിന്റെ സമ്പത്ത് മുഅ്മിനീങ്ങൾക്ക് ഹലാലാണ്, അവരെടുത്തു കൊണ്ടുപോകും. അപ്പോൾ തൗഹീദാണ് ഒരാളുടെ സമ്പത്തിനുള്ള ഇസ്മത്ത്, സുരക്ഷ. ഇതാണ് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ. ആഖിറത്തിലോ നമുക്കറിയാം നരകം, സ്വർഗം അവർക്ക് ഹറാമാണ്. എന്താണ് നരകവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം? നരകം എന്ന് പറഞ്ഞാൽ തീയാണ്. നമുക്കറിയാം ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ പീഡനം എന്ന് പറയുന്നത് തീപ്പൊള്ളലാണ്. അതിനേക്കാൾ വലിയൊരു അദാബ് ദുനിയാവിലില്ല. ആഖിറത്തിലെ തീ ദുനിയാവിലെ തീയിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടുള്ളതായിരിക്കും. ഇതാണ് ശിർക്ക് ചെയ്യുന്നവന് കിട്ടാനുള്ളത്. തൗഹീദുള്ളവനോ സ്വർഗത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊടുക്കും. മാ ലാ ഐനുൻ റഅത്, ഒരു മനുഷ്യന്റെയും കണ്ണുകൊണ്ട് കാണാത്തത്, വലാ ഉദുനുൻ സമഅത്, ഒരു ചെവി കൊണ്ടും കേൾക്കാൻ സാധിച്ചിട്ടില്ലാത്ത ശബ്ദങ്ങൾ, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള സ്വർഗവും നരകവും ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിൽ നരകം ഇവനുള്ളതാണ്, ഈ വലിയ സ്വർഗം അവൻ നഷ്ടം. അപ്പൊ ഷിർക്കിന് ഇത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ് ഷിർക്കിനെ നമ്മൾ പേടിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു മുവഹിദായ മനുഷ്യൻ, അഞ്ചാമത്തെ ഫായിദ, ഒരു മുവഹിദായ മനുഷ്യൻ ഷിർക്കിന്റെ ഈ ഗൗരവവും അതിന് കിട്ടുന്ന ശിക്ഷയും മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം? അവൻ അതിനെ പേടിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ സ്വീകരിക്കണം. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഷിർക്കിലേക്ക് എത്താനുള്ള വഴികൾ അറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അറിയപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇമാം ബുഖാരിയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങൾ റസൂലിനോട് ഖൈറിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു, ഇബാദത്തുകളെ കുറിച്ച് ചോദിക്കുമായിരുന്നു. വകുന്തു അസ്അലുഹു അനിശ് ശർ, ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? മഖാഫത അൻ അഖഅ ഫീഹ്, ഞാൻ ആ ഷെറിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട്. ഷെർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷെർ ഷിർക്കാണ്. അവ ഷിർക്കിനെ കുറിച്ച്, ഷിർക്കിലേക്കുള്ള മാർഗങ്ങളെക്കുറിച്ച്, ചെറിയ ഷിർക്ക്, വലിയ ഷിർക്ക്, ഇങ്ങനെയുള്ള ഈ വക കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി.
ആറാമത്തെ ഫായിദ, ഒരാൾ ഷിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ എന്താണ് അവസ്ഥ? ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ഈ ഹദീസിൽ, ഈ ബാബിലുള്ള ഹദീസുകൾ പറഞ്ഞത് എന്താണ്? മൻ മാത വഹുവ യദ്ഉ ലില്ലാഹി നിദ്ദൻ ദഖലൻ നാർ, നരകത്തിൽ പ്രവേശിച്ചു. അള്ളാഹ്ക്ക് പുറമെ മറ്റാരെങ്കിലും ആരാധിച്ച് അഥവാ ഷിർക്ക് ചെയ്ത് മരിച്ചു പോയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉലമാക്കളുടെ അഭിപ്രായം എന്താണ്? അഥവാ ഷിർക്ക് അള്ളാഹു പൊറുക്കുമോ ഇല്ലയോ? ഇത്തിഫാഖുള്ള കാര്യമാണ് ഷിർക്കുൻ അക്ബർ അള്ളാഹു താല പൊറുക്കുകയില്ല. വലിയ ഷിർക്ക്, അള്ളാഹ്ക്ക് പുറമെ മറ്റൊരാൾ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നേർച്ച നേരുക, ബലിയർക്കുക, ഇങ്ങനെയുള്ള ഷിർക്ക് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹു അത് പൊറുക്കുകയില്ല. ബാക്കി എന്ത് പാപമാണെങ്കിലും, എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. എന്നാൽ ഷിർക്ക് അതൊരാൾ ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ, തൗബ ചെയ്യാതെ മരിക്കുന്നവരെ കുറിച്ചാണ്. തൗബ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പാപം അള്ളാഹു താല പുറത്തു കൊടുക്കും, ഷിർക്ക് അടക്കം. തൗബ ചെയ്യാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ ഷിർക്കുൻ അക്ബർ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ചെറിയ ഷിർക്കാണെങ്കിലോ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുവരുന്ന ഷിർക്ക്. ഉദാഹരണത്തിന് നാവ് കൊണ്ടുവരുന്നതിൽ തന്നെ വലിയ ഷിർക്കുണ്ട്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് മാഷാ അള്ളാഹു വശിഅത, അള്ളാഹുവും നീയും എന്താണോ വിചാരിച്ചത് എന്ന വാക്ക്. അതുകൊണ്ട് ഒരാളും എന്തുദ്ദേശിക്കുന്നില്ല? അള്ളാഹുവിനെ പോലെയാണ് ഈ മനുഷ്യൻ എന്നുദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇയാളോട് ഉള്ള ഒരു ബഹുമാനം കൊണ്ട്, അല്ലെങ്കിൽ അയാളൊന്ന് പുകഴ്ത്താൻ വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയി. അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യൽ, എൻ്റെ ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം എന്നൊക്കെ പറയൽ, അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇങ്ങനെയുള്ള ഷിർക്കുൻ അസ്ഗർ ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ, അതുപോലെ തന്നെ റിയാ, ഷിർക്കുൻ അസ്ഗർ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? ഫസുഇല അൻഹു, എന്താണ് ഷിർക്കുൻ അസ്ഗർ എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല റിയാ, റിയാ ആണെന്ന്. റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടിയുള്ള ഇബാദത്ത്, അല്ലെങ്കിൽ ആളുകൾ കുറ്റം പറയുമെന്ന് പേടിച്ചിട്ടുള്ള ഇബാദത്തുകൾ. ഇപ്പോൾ ജമാഅത്തിന് വരാതിരുന്നാൽ ആൾക്കാരെന്താണ് പറയുക, ഉമ്മയും വാപ്പയും എന്താണ് പറയുക, അയൽവാസികൾ എന്താണ് പറയുക, കൂട്ടുകാരൻ, ഇങ്ങനെയുള്ള ചിന്ത. ഈ വക ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞു അത് ബാക്കി എല്ലാ വൻപാപങ്ങളെയും പോലെ തന്നെ, ബാക്കി വൻപാപങ്ങളെ പോലെ തന്നെ ആണ് അതിൻ്റെ അവസ്ഥ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. ഇവിടെ ഇതൊരിക്കലും ഷിർക്കുൻ അസ്ഗറിനെ നിസ്സാരമാക്കല്ല. ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന പറഞ്ഞാൽ അത് അതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ല, നേരെ മറിച്ച് അതിൻ്റെ ഗൗരവമാണ് കാണിക്കുന്നത്. ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ നരകം. നമ്മളൊരാൾ പറയാണ്, നീ ഇന്ന ജോലി പണി ചെയ്താൽ, ഇന്ന തെറ്റ് ചെയ്താൽ ഒന്നുകിൽ തലവെട്ടും അല്ലെങ്കിൽ കൊല്ലും. ഉദ്ദേശിച്ചാൽ തലവെട്ടും, ഉദ്ദേശിച്ചാൽ മാപ്പ് തരും. ആരെങ്കിലും ആ പണി ചെയ്യാൻ പോകും? അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വധശിക്ഷയുള്ള തെറ്റുകളുണ്ട്. ഏത് വധശിക്ഷയുള്ള തെറ്റിനും രാജ്യത്തിൻ്റെ പരമാധികാരിയായിട്ട് അറിയപ്പെടുന്ന പ്രസിഡന്റിന് മാപ്പ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ഉദ്ദേശിച്ചാൽ മാപ്പ് കിട്ടും ഏത് വധശിക്ഷക്കും, വധശിക്ഷ അർഹിക്കുന്ന തെറ്റിനും. എന്ന് കണ്ട് ആരെങ്കിലും ഇത് ചെയ്യാൻ പോകാറുണ്ടോ? ഇല്ല. കാരണം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചാൽ അവൻ മാപ്പ് കൊടുക്കും, ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ നരകമാണ്. അതുകൊണ്ട് തന്നെ ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ അത് അള്ളാഹു പൊറുക്കും എന്ന് പറയുന്നത് അതിനെ നിസ്സാരമാക്കല്ല. പിന്നെ മാത്രമല്ല, ഏത് തെറ്റിന്റെ കൂടെയാണ് ഷിർക്കുൻ അസ്ഗർ പറഞ്ഞത്? കബായറുകളുടെ കൂടെ, എല്ലാ വൻപാപങ്ങളുടെ ലിസ്റ്റിലാണ് ഷിർക്കുൻ അസ്ഗർ ഉള്ളത്. ആളെ കാണിക്കാൻ വേണ്ടി ഒരാൾ ഇബാദത്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ എടുത്തു പറഞ്ഞ് ആളുകൾ പുകഴ്ത്തുന്നത് കേൾക്കാൻ വേണ്ടി എടുത്തു പറയുന്നു. ഹജ്ജിന് പോയി വന്നു, ഞാൻ ഹജ്ജിന് പോയപ്പോൾ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റിയാ വരുന്ന ഇബാദത്തുകളാണ് ഹജ്ജും ഉംറയും. കാരണം അതിങ്ങനെ പറയാൻ കുറേ അവസരം നമുക്ക് കിട്ടും. ഞാൻ ഹജ്ജിന് പോയപ്പോൾ അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നത് തെറ്റില്ല. പക്ഷെ ഉദ്ദേശം ഹജ്ജിന് പോയ വിവരം, ഉംറക്ക് പോയ വിവരം ആളുകൾ അറിയിക്കാനാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇപ്പം ആലോചിച്ച് നോക്ക്, നല്ലൊരു മനുഷ്യൻ ഉംറയൊക്കെ ചെയ്തു വന്നിട്ട് ഞാൻ അവിടെ ഉള്ള സമയത്ത് എല്ലാ മാസവും ഉംറ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഉംറ ചെയ്യാറുണ്ടായിരുന്നു. അവൻ ആളുകൾ അവനെ പുകഴ്ത്തണമെന്ന് വിചാരിച്ചത് പറയുകയാണെങ്കിൽ കള്ളു കുടിക്കുകയും മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ദർജയിലാണ്. ഈ വക പാപങ്ങളുടെ, കബായിറുകളുടെ, വൻപാപങ്ങളുടെ ലിസ്റ്റിലാണ് ഷിർക്കുൻ അസ്ഗർ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഷിർക്കുൻ അസ്ഗറിന്റെ വിധി ഇതാണ്: തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ ഒന്നുകിൽ അള്ളാഹു വൻപാപങ്ങളുടെ കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്തും. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കും. രണ്ടാമത്തെ അഭിപ്രായം, അതും അള്ളാഹു പൊറുക്കുകയില്ല, ബാക്കി വൻപാപങ്ങളെ പോലെയല്ല. കള്ളു കൊടുക്കുന്നതിൻ്റെയും മോഷ്ടിക്കുന്നതിൻ്റെയും ലിസ്റ്റിലല്ല, അതിനേക്കാളും മുകളിലാണ് ഷിർക്കുൻ അസ്ഗർ. അള്ളാഹു ഷിർക്കുൻ അക്ബറിനെ പോലെ തന്നെ, ബിംബാരാധന നടത്തിയതുപോലെ തന്നെ ഈ ഷിർക്കും പൊറുക്കുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. നിസ്സാരക്കാരല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതുപോലെയുള്ള ഒരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം അതാണ്.
ഇത് ശിർക്കുൻ അസ്ഗറിന്റെ ഗൗരവമാണ് കാണിക്കുന്നത്. അത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അവരുടെ തെളിവെന്താണ്? അള്ളാഹു താല പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. വലിയ പങ്കു ചേർക്കലാണോ ചെറിയ പങ്കു ചേർക്കലാണോ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ ശിർക്കും അത് നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും, അത് മാപ്പില്ലാത്ത തെറ്റാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ഏഴാമത്തെ ഫായിദ, നമുക്കറിയാം സഹാബത്ത് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആളുകളാണ്, ഏറ്റവും ഉറച്ച ഈമാനുള്ളവരാണ് സഹാബത്ത്. അങ്ങനെയുള്ള സഹാബത്ത് അവർക്ക് ശിർക്ക് വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ സഹാബത്ത് ഏറ്റവും കൂടുതൽ ശിർക്കിനെ പേടിക്കുന്നവരായിരുന്നു, മറ്റുള്ളവരെക്കാളും ശിർക്കിനെ പേടിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നത് ഷിർക്കുൻ അസ്ഗറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചെയ്തു പോകുമോ എന്ന് പേടിച്ചിരുന്നതും ചെറിയ ഷിർക്കാണ്. അതുപോലെ സഹാബത്തിനും ഷിർക്കിനെ കുറിച്ച് പേടിയായിരുന്നു. അതിനുള്ള കാരണം എന്താണ്? അവരത് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ ഈമാൻ കുറവായതുകൊണ്ടല്ല. നേരെ മറിച്ച് നമുക്കറിയാം സഹാബത്തൊക്കെ ഷിർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചതാണ്, അധിക സഹാബത്തും അവർ ഇസ്ലാം സ്വീകരിച്ചതാണ്. അപ്പോൾ ഒരു തെറ്റ് ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് അവർ ചെയ്തിരുന്ന തെറ്റിനെ കുറിച്ചുള്ള പേടി കൂടുതലായിരിക്കും, അതിനോടുള്ള വെറുപ്പ് അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് സഹാബത്ത് ഷിർക്കിനെ കൂടുതൽ വെറുത്തിരുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയത്ത് എന്താണ് എന്നറിയാത്ത ആളുകൾ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജനിച്ച മക്കൾ അവർക്ക് ഇസ്ലാമിന്റെ വില അറിയില്ല. മറിച്ച് കാഫിറായി ജീവിച്ച് മുസ്ലിമായി, അല്ലെങ്കിൽ ഷിർക്ക് ചെയ്ത് മുസ്ലിം പേരും കൊണ്ട് നടന്ന് ഷിർക്കും അതുപോലെ ബിദ്അത്തുകളും ചെയ്ത് പിന്നീട് യഥാർത്ഥ ഇസ്ലാം ഒരാൾ മനസ്സിലാക്കിയാൽ അവന് ഈ തെറ്റിനോടുള്ള വെറുപ്പ് കൂടുതലായിരിക്കും, താൻ ചെയ്തിരുന്ന ആ തെറ്റിനോടുള്ള വെറുപ്പ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്കുൻ അക്ബർ ഒരിക്കലും പൊറുക്കുകയില്ല. അത് ഈ ബാബിലെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അവനെ കണ്ടുമുട്ടിയത് ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഷിർക്കുൻ അക്ബർ ചെയ്യുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. ഒമ്പതാമത്തെ ഫായിദ, ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ഷിർക്കിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം, വിഗ്രഹാരാധനയിൽ നിന്ന് അള്ളാഹുവെ നീ അകറ്റണമേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുള്ളതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വ അന അഅലം. അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വ അസ്തഗ്ഫിറുക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക മിമ്മാ ലാ അഅലം. അറിയാതെ ശിർക്ക് ചെയ്യുന്നതിന് തൊട്ട് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപമോചനം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് നബിമാരും നമുക്കറിയാവുന്നതാണ്, അവർ ശിർക്കിനെതിരെ അങ്ങേയറ്റം ത്യാഗം സഹിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്ത ആളുകളാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ശിർക്കിനെ അങ്ങേയറ്റം വെറുത്തിരുന്ന ആളുകളാണ്. എന്നിട്ടും അവർ ശിർക്കിൽ പെട്ടുപോകുമോ എന്ന പേടി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അത് എത്രമാത്രം പേടി ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷിർക്കിനെ പേടിച്ചുകൊണ്ട് ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ ഒരുപാട് തലമുറകളും ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഈ ദുആ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മക്കളും തൗഹീദിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല നബിമാരായി, അതുപോലെ തന്നെ തൗഹീദിൽ ക്ഷണിക്കുന്ന ഇമാമുമാരായി മാറി. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. പത്താമത്തെ ഫായിദ, പത്താമത്തെ ഒരു ഗുണപാഠം ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, നമുക്കറിയാം നബിമാരെന്ന് പറയുന്നത് മാസൂമിയങ്ങളാണ്. ഒരു നബി ഒരിക്കലും ഒരു വൻപാപം ചെയ്യുകയില്ല, കബീറത്ത് വൻപാപം ഒരിക്കലും ഒരു പ്രവാചകൻ ചെയ്യുകയില്ല. അങ്ങനെ ആയിരിക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം അലൈഹിസ്സലാമും ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചത്. ഷിർക്കാണ് ഏറ്റവും വലിയ വൻപാപം എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? ഉലമാക്കൾ പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്,
ഷിർക്കിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. ഷിർക്ക് എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അതാണ് അതിന്റെ കാരണം. കാരണം അവർ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമുണ്ട് എന്നറിയിക്കാൻ വേണ്ടി. രണ്ടാമത്തേത് തംബീഹുൽ മുസ്ലിമീന അലാ ദറൂറത്തിൽ ഖൗഫി മിൻഹു വഹദരിഹി, ഷിർക്കിനെ പേടിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് മുസ്ലിമീങ്ങൾക്കൊരു താക്കീതായിട്ട്. മൂന്നാമത്തെ കാരണം ഇവർക്ക് രണ്ടുപേർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടി. കാരണം ദുആ എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ ദുആ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്താണ്. അത് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ സ്ഥാനം അള്ളാഹു തആല ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. നമുക്കറിയാം, തെറ്റ് ചെയ്തിട്ടല്ല ഇസ്തിഗ്ഫാർ നടത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്താൻ വേണ്ടി. നാലാമത്തെ കാരണം ഇവർ പ്രാർത്ഥിച്ചത് അവർക്ക് മാത്രമായിട്ടല്ല, അവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അത് അവരുടെ വിനയത്തിന്റെ ഭാഗമാണ്. അഥവാ എൻ്റെ മക്കൾ ശിർക്ക് ചെയ്യരുതെന്നാണ് യഥാർത്ഥ ഉദ്ദേശം. അവർ മാസൂമ്യങ്ങളാണ്, അവർ ശിർക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിനയത്തിന്റെ ഭാഗമായിട്ട് അവരെ കൂടി അതിൽ ഉൾപ്പെടുത്തി. വജുനുബിനി വബനിയ എന്ന് പറഞ്ഞു, എന്നെയും എൻ്റെ മക്കളെയും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, 11ാമത്തെ ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ശിർക്കിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പേടിക്കണം. സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, അവർ ഷിർക്ക് ഉപേക്ഷിച്ച് ഇസ്ലാമിൽ പ്രവേശിച്ചവരാണ്, ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തവരാണ്, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഹിജ്റ പോയവരാണ്. ഇങ്ങനെയൊക്കെയുള്ള അവര് ഇത്ര പേടിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഇൽമും അമലുമില്ലാത്ത നമ്മൾ എത്ര ഷിർക്കിനെ പേടിക്കണം എന്ന കാര്യം നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, 12ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ഈ വാക്ക്, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, സ്വനമുകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം എന്നാണ്. എന്താണ് സ്വനം എന്ന് പറഞ്ഞാൽ? വിഗ്രഹം എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് പറയാറുള്ളത്. സ്വനം, വസൻ എന്നീ രണ്ട് വാക്കുകൾ വിഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയുടെ രൂപത്തിലുണ്ടാക്കിയ ഒരു ബിംബത്തിനാണ് സ്വനമുൻ എന്ന് പറയുന്നത്. വസൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഒരു മരമോ കല്ലോ അങ്ങനെ വേറെ എന്തെങ്കിലും. റിസ്വാന പോണോ? വേറെ എന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കാം, അതൊരു മനുഷ്യന്റെ രൂപത്തിൽ ഉള്ള ഒരു സാധനം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ നിന്ന്, ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, ഷിർക്ക് ഒരാൾ പേടിച്ചാൽ, ഷിർക്ക് ചെയ്യുമോ എന്ന് പേടിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഒന്നാമത്തേത്, ഷിർക്കിൽ അയാൾ പെടാനുള്ള സാധ്യത പിന്നെ കുറവാണ്. ഷിർക്കിനെ കുറിച്ച് അങ്ങേയറ്റം ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ അയാൾ പിന്നെ ഷിർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ അൽ ഇസ്തിഖാമത്തു അല ത്വാഅ, പുണ്യങ്ങൾ ചെയ്യുന്നതിൽ ഇസ്തിഖാമത്തുണ്ടാകും. എപ്പോഴും ഞാൻ പഴിച്ചു പോകുമോ എന്നുള്ള പേടി, ഷിർക്ക് വരുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കും, അതിൽ ഇസ്തിഖാമത്തുണ്ടാകും. അതുപോലെ കസ്റത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. കാരണം ചെറിയ ഷിർക്ക് എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വരുന്നുണ്ടോ എന്ന് ചിന്തിച്ച് പേടിച്ചാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും, അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹു അത് പുറത്തു വരാൻ വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. തൗഹീദ് പൂർത്തിയാകാനുള്ള മാർഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. തഹ്ഖീഖു തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ എല്ലാ പുണ്യങ്ങളും തൗഹീദ് പൂർത്തിയാക്കാനുള്ള മാർഗങ്ങളാണ്. എല്ലാ പുണ്യങ്ങളും തൗഹീദിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇബാദത്തുകളിൽ ശ്രദ്ധയുണ്ടാകും. അതുപോലെ തന്നെ 5ാമത്തെ ഗുണം, ഷിർക്കിനെ പേടിച്ചാലുള്ള ഗുണം, ഷിർക്കിലെത്തിക്കുന്ന മാർഗങ്ങൾ, അതുപോലെ ഷിർക്ക് നടക്കുന്ന പ്രദേശങ്ങൾ, അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനുള്ള ഒരു പ്രചോദനം അയാളുടെ മനസ്സിലുണ്ടാകും. ഇതൊക്കെ ഷിർക്കിനെ കുറിച്ചുള്ള പേടി ഉണ്ടായാൽ ഉള്ള ഗുണങ്ങളാണ്. 14ാമത്തെ ഫായിദ ഈ അധ്യായത്തിൽ നിന്ന് കിട്ടുന്നത്, റിയാ എന്ന് പറയുന്നത് വലിയൊരു അപകടമുള്ള കാര്യമാണ്. അത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. കാരണം ഷിർക്കുൻ അസ്ഗറാണ് നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഷിർക്കുൻ അസ്ഗർ എന്താണെന്ന് ചോദിച്ചപ്പോൾ റിയാ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത്. ഷിർക്കുൻ അസ്ഗറിന് പല രൂപങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു അള്ളാഹു അല്ലാത്തതിന്റെ പേരിൽ പിടിച്ച് സത്യം ചെയ്യുക, അതുപോലെ തന്നെ മാഷാ അള്ളാഹു ഷിഅ്ത, അള്ളാഹുവും നീയും ഉദ്ദേശിച്ചാൽ അത് നടക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷിർക്കുൻ അസ്ഗറിൽ പെടും. പക്ഷെ റിയാ എന്നത് പ്രത്യേകം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാൻ കാരണം എന്താണ്? റിയാ അത്രയും അപകടമുള്ളതാണ്. ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുക, ആളുകൾ കാണാൻ വേണ്ടി നല്ല മനുഷ്യനായി നടക്കുക, ഉള്ളിൽ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളത്, രഹസ്യമായ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, ഇതാണ് റിയാഇന്റെ സ്വഭാവം. ഇങ്ങനെയുള്ള ഈ റിയാ എന്ന് പറയുന്നത് എത്ര അപകടമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പേടിച്ചത്, സ്വഹാബത്തിന്റെ കാര്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചത് ഇതാണ്. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാവുന്ന
14-ാമത്തെ ഫായിദ, എന്താണ് ഷിർക്കുൻ അസ്ഗർ? ഷിർക്കുൻ അസ്ഗർ എന്താണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. റിയാ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഷിർക്കുൻ അസ്ഗറിൽ പെടും? ഉലമാക്കൾ പറയുന്നത് ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തുമാകുന്ന പ്രമാണങ്ങളിൽ, നുസൂസ് എന്ന് പറഞ്ഞ പ്രമാണങ്ങളിൽ ഏതൊരു കാര്യത്തെക്കുറിച്ച് ഷിർക്ക് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ, എന്നാൽ അത് ഷിർക്കുൻ അക്ബറിന്റെ ദർജയിൽ എത്തിയിട്ടുമില്ലയോ, അതിനെക്കുറിച്ചാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷിർക്ക് എന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്. ആരാണോ അല്ലാഹു അല്ലാത്തതിന്റെ പേര് സത്യം ചെയ്യുന്നത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഷിർക്കാണ് എന്ന് പറഞ്ഞു സത്യം ചെയ്യലിനെ കുറിച്ച്. എന്നാൽ ഷിർക്കുൻ അക്ബറിന്റെ ദർജയിൽ എത്തിയിട്ടില്ല. അതൊരാൾ സത്യം ചെയ്യുമ്പോൾ ആരുടെ പേരിലാണ് സത്യം ചെയ്തത്, അവനെ മറഞ്ഞ രീതിയിൽ പേടിക്കുന്നില്ല, അവനിൽ നിന്ന് മറഞ്ഞ മാർഗത്തിലൂടെ എന്തെങ്കിലും സഹായമോ പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ വെറുതെ നാവുകൊണ്ട് ആ വാക്ക് പറഞ്ഞു. അപ്പോൾ ഷിർക്കുൻ അക്ബർ എത്തിയിട്ടില്ല. എന്നാൽ ഹദീസിൽ അതിനെക്കുറിച്ച് ഷിർക്ക് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. 16-ാമത്തെ ഫായിദ, അശ്ശിർക്കുൽ അസ്ഗറു അഅ്ളമു മിനൽ കബായിർ. എല്ലാ വൻപാപങ്ങളെക്കാളും വലിയ പാപമാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുന്നത് ആളെ കാണിക്കാൻ വേണ്ടി, ഒരു മുസ്ലിമാണ്, നിസ്കാരമൊക്കെ ഉള്ള ആളാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടി അതിനാണ് നിസ്കരിക്കുന്നത്. അത് എല്ലാ വൻപാപങ്ങളെക്കാളും വലിയ പാപമാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിൽ പോകട്ടോ, ഇവിടെ ഇരിക്കണ്ട കേട്ടോ. ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത് ഏത് വൻപാപത്തെക്കാളും വലിയ പാപമാണ്. അതിനുള്ള തെളിവ് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലഅൻ അഹ്ലിഫ ബില്ലാഹി കാദിബൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഹ്ലിഫ ബിഗൈരിഹി സാദിഖൻ. അല്ലാഹു അല്ലാത്ത ആരുടെയെങ്കിലും പേരിൽ സത്യം ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹുവിന്റെ പേര് കള്ളസത്യം ചെയ്യുന്നതാണ്. എന്നാൽ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറയുന്നതാണ്, കളവ് പറയുന്നതാണ്. മറ്റൊരാളുടെ പേരിൽ സത്യം ചെയ്ത് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയന്റെ പേരിൽ മമ്പർത്ത തങ്ങളാണ് സത്യം, ബദരീങ്ങളാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു സത്യം പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കളവ് പറയലാണ്. എന്താ കാരണം? വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്നത് വൻപാപമാണ്. കളവ് എന്ന് പറയുന്നത് വൻപാപമാണ്, വലിയ പാപമാണ്. പറഞ്ഞത് അൽ യമീനുൽ ഗമൂസ് എന്നാണ് കള്ളസത്യത്തിനെ കുറിച്ച് പറഞ്ഞത്. കള്ളസത്യം എന്നുള്ളതിന് ഹദീസിൽ ഉപയോഗിച്ച വാക്ക് അൽ യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ, ഗമൂസ് എന്ന് പറഞ്ഞാൽ മുക്കിക്കളയുന്നത് എന്നാണ്. പാപത്തിൽ അങ്ങേയറ്റം അവൻ തലയടക്കം മുങ്ങിപ്പോയി. അത്രയും വലിയ പാപമാണ് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് കളവ് പറയുന്നത്, വലിയ പാപമാണ്. പക്ഷെ അതിനേക്കാളും ഞാൻ വെറുക്കുന്ന കാര്യം അള്ളാഹ് അല്ലാത്ത ഒരാളുടെ പേരിലൊരു ഹക്ക് പറയുന്നതാണ്. അവരുടെ പേരെടുത്ത് പറഞ്ഞ് സത്യം ചെയ്തിട്ട് എൻ്റെ ഉമ്മയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു സത്യം പറയുന്നതാണ് അതിനേക്കാൾ മോശം. കാരണം അത് ഷിർക്കാണ്, ഷിർക്കുൻ അസ്ഗറാണ്, മറ്റേത് മാസിയത്താണ്. അപ്പോൾ ഏത് മാസിയത്തിനേക്കാളും വലുതാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഫായിദ, 17-ാമത്തെ ഫായിദ, ഷിർക്കുൻ അസ്ഗറിന്റെ മറ്റു ചില രൂപങ്ങൾ. ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ് നബിയുടെ പേരിൽ സത്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയന്റെ പേരിൽ സത്യം ചെയ്യുക, അല്ലെങ്കിൽ ചില ആളുകൾ അറബികൾ കാബയുടെ പേരിൽ സത്യം ചെയ്യും, കാബയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യും. ഇതൊക്കെ ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലൗലല്ലാഹു അൻത, അള്ളാഹുവും നീയും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോകുമായിരുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ അതൊക്കെ ഇനി കിതാബ് തൗഹീദിലെ വരുന്ന അധ്യായങ്ങളിൽ വിശദീകരിക്കും. അതുപോലെ അന ബില്ലാഹി വബിക, അള്ളാഹുവിനെ കൊണ്ടും നിന്നെ കൊണ്ടുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള വാക്ക്. മാലി ഇല്ലല്ലാഹു അൻത, എനിക്ക് നീയും അള്ളാഹും അല്ലാതെ വേറെ ആരുമില്ല. ഇതൊക്കെ ഷിർക്കുൻ അസ്ഗറിൽപ്പെട്ട വാക്കുകളാണ്. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഏത് വൻപാപത്തെക്കാളും വലിയ പാപമാണ്. ആലോചിച്ച് നോക്കുക, എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ ചിലപ്പോൾ ചെയ്തു പോകാറുള്ളത്. അതുപോലെ തന്നെയാണ് പല വാക്കുകളും. ഇന്ന ഡോക്ടർ ഇല്ലെങ്കിൽ അയാൾ മരിച്ചു പോകുമായിരുന്നു, അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മരിക്കുമായിരുന്നു, ആ സമയത്ത് അവൻ എത്തിയിട്ടില്ലെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഷിർക്കുൻ അസ്ഗറാണ്. അപ്പോൾ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത് ഏത് വൻപാപത്തെക്കാളും വലിയ പാപമാണ്. അതിന്റെ ചില രൂപങ്ങളാണ് ഈ പറഞ്ഞത്. 18-ാമത്തെ ഫായിദ, ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും ജാബിർ റളിയല്ലാഹുവിന്റെയും ഹദീസ്, അതിൽ നിന്ന് മനസ്സിലാക്കാം ഷിർക്ക് നരകത്തിലേക്കുള്ള വഴിയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. മൻ ലഖിയല്ലാഹ യുശ്രികു ബിഹി ഷൈഅൻ, ആരാണോ ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ദഖലൻ നാർ, നരകത്തിലേക്കുള്ള റൂട്ടാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 19-ാമത്തെ ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചെല്ലണം എന്ന കാര്യം ഇമാം നവവി റഹിമഹുല്ലാഹ് ഇതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഈ ഹദീസുകളിലൊക്കെ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നാലും അതുപോലെ തന്നെ ഏത് സഹാബി ആയിരുന്നാലും ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ അവർ പറയുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു സ്വലാത്ത് പറയുന്നുണ്ട്.
20ാമത്തെ ഫായിദ, ഷിർക്കുൻ അക്ബറിന്റെ താരീഫ് എന്താണ്? ഷിർക്കിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു, അത് നരകത്തിലേക്കുള്ള മാർഗമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് അള്ളാഹു പൊറുക്കുകയില്ല എന്ന് പറഞ്ഞു, അതിന് വലിയ ശിക്ഷയുണ്ട്. ഈ ഷിർക്കുൻ അക്ബറിന്റെ താരീഫ്, അതിന്റെ നിർവചനം എന്താണ്? ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഹക്കിന്റെ ആളുകൾ, മുവഹിദീങ്ങളുടെ നിർവചന പ്രകാരം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്ന നിർവചനം എന്താണ്? തസ്വിയത്തു ഗൈരില്ലാഹി ബിഹി ഫീമാ ഹുവ മിൻ ഖസായിസിഹി. തസ്വിയത്തു ഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരെ അവനോട് സമമാക്കലാണ്. എന്ത് കാര്യത്തിൽ? ഫീമാ ഹുവ മിൻ ഖസായിസിഹി, അള്ളാഹുവിന്റെ ഖസായിസ്, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, അള്ളാഹുവിന് മാത്രമുള്ള ഗുണങ്ങളിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാത്രം പ്രവൃത്തികളിൽ, അള്ളാഹുവിനോട് മാത്രം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ, ഇങ്ങനെയുള്ള അള്ളാഹുവിന് ഖാസായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരാളെ അവന് തുല്യമാക്കൽ, അതാണ് ഷിർക്കുൻ അക്ബർ എന്ന് പറയുന്നത്. എന്നാൽ മുബ്തദിഅകൾ, പിഴച്ചുപോയ ആളുകൾ, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ തൗഹീദിന് അല്ലെങ്കിൽ ഷിർക്കുൻ അക്ബറിന് അവർ പറയുന്ന നിർവചനം എന്താണ്? അള്ളാഹുവിനെ പോലെ വേറെ റബ്ബുണ്ട് എന്ന് വിശ്വസിക്കൽ, അതാണ് അവരുടെ വിശ്വാസം. അത് തെറ്റായ നിർവചനമാണ്. കാരണം അത് മക്ക മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചിട്ടില്ല, യഹൂദികളും നസ്രാനികളും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുഫാറുകൾ വിശ്വസിക്കാത്തൊരു കാര്യമാണ് അള്ളാഹുവിനെ പോലെ വേറെ റബ്ബുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ശരിയായ നിർവചനം എന്താണ്? അള്ളാഹുവിന്റെ ഖസായിസിൽ, അവന്റെ പ്രത്യേകതകളിൽ മറ്റൊരാളെ അവന് പങ്കുചേർക്കുക, മറ്റൊരാൾക്കും ആ പ്രത്യേകതകൾ ഉണ്ട് എന്ന് വാദിക്കുക. 21ാമത്തെ ഫായിദ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതൊന്നുകൂടി ഇദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നു. ഷിർക്ക് എന്നുള്ളത് ഏത് രൂപത്തിലുള്ള ഷിർക്കാണെങ്കിലും അള്ളാഹു പൊറുക്കുകയില്ല. ഏത് രൂപത്തിലുള്ള ഷിർക്കാണെങ്കിലും, ഷിർക്കുൻ അസ്ഗർ ആണെങ്കിൽ പോലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല എന്ന പ്രബലമായ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അതിനെ പേടിക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതുപോലെ തന്നെയുള്ള ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വാദമാണ്, അഭിപ്രായമാണ്. വഹാദ യൂജിബു ലിൽ ഉഖലാ, ബുദ്ധിയുള്ളവർക്ക് ഈ ഒരു കാര്യം കേട്ടാൽ, ഈ അഭിപ്രായം മനസ്സിലാക്കിയാൽ, ഷിദ്ദത്തുൽ ഖൗഫി മിൻഹു, ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ച്, ഷിർക്കിന്റെ എല്ലാ രൂപങ്ങളെ കുറിച്ചും കടുത്ത പേടി, അങ്ങേയറ്റത്തെ ഭയം അവരെ ബാധിക്കും. കാരണം അള്ളാഹു ഒരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്താണ്? നിസ്കരിക്കാൻ ചെയ്തത്, അത് നോമ്പ് നോൽക്കാൻ ചെയ്തത്, സുന്നത്ത് നോമ്പ് നോൽക്കാൻ, അല്ല ഖുർആൻ ഓതാൻ, ഖുർആൻ ഹിഫ്ളാക്കാൻ. പക്ഷെ നിയ്യത്ത് ശരിയല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മാസിയത്തുകളെക്കാളും വലിയ പാപമായി അത് മാറും, ബാക്കിയുള്ള കബായിറിനേക്കാളും വലിയ പാപമായി അത് മാറും. ഇത്രയും ഫായിദകളാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത അധ്യായം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അടുത്തതായിട്ട് ഒരു റസൂൽ